ഹായ് മക്കളെ, നിങ്ങളൊക്കെ കാത്തിരുന്ന വീഡിയോ ഇതാ. അതായത് ഒത്തിരി കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. സാർ, ഈ വർഷം എനിക്ക് നീറ്റിനും ജെയ്ക്കും വേണ്ടി എജ്യൂ പോർട്ടൽ റിപ്പീറ്റ് ചെയ്യണം, പക്ഷെ എന്താണ് ഫാമിലിയിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, വല്ല സ്കോളർഷിപ്പും കിട്ടുമെന്നുള്ളത്. അങ്ങനെ ആ സ്കോളർഷിപ്പ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വെറും സ്കോളർഷിപ്പ് അല്ല, ഒരു സ്കോളർഷിപ്പ് ചാകരയാണ് ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്ന് മാത്രമല്ല, നീറ്റ് ജെയ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച നിങ്ങളെ മുഴുവൻ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം കേരളത്തിലെ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നതിനേക്കാളും ബെസ്റ്റ് സ്കോളർഷിപ്പ് ആയിരിക്കും എജ്യൂ പോർട്ടൽ നിങ്ങൾക്ക് കിട്ടുക. ഞാൻ വെറുതെ അല്ല ഇതിനെ ചാകര എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്കോളർഷിപ്പ് കിട്ടാനുള്ള 5 ക്രൈറ്റീരിയ നിങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് ഏതിനാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചേരാൻ പറ്റും. ഏതൊക്കെയാണ് ക്രൈറ്റീരിയ? ഒന്നാമത്തത് +1 മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. സാറേ, +1 മാർക്ക് എനിക്ക് അത്ര ഇല്ലടാ. +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും കൂടെ വന്നിട്ടുള്ള മാർക്കാണ് എജ്യൂ പോർട്ടൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും ഇന്ന് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരും, അതിനുശേഷം സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് വന്നിട്ടില്ല. ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നാലുടൻ +1 മാർക്ക് ബേസ് ചെയ്യുന്ന സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ +2 റിസൾട്ട് വന്നാൽ +2 മാർക്ക് ബേസ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ടാവും. ജെയ് റിസൾട്ട് ഓൾറെഡി വന്നു, അത് ബേസ് ചെയ്യുന്ന സ്കോളർഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്യും. അതേപോലെ തന്നെ നീറ്റ് റിസൾട്ട് വന്നാൽ അപ്പോഴും നിങ്ങൾക്ക് സ്കോളർഷിപ്പിനുള്ള അവസരമുണ്ട്. ആൻഡ് ഇതൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് മെയ് 6-ാം തീയതി പ്രത്യേകം നോക്കുക, ഡേറ്റ്. എജ്യൂ പോർട്ടൽ കേരളത്തിലെ 14 ജില്ലകളും ഒരിക്കൽ കൂടെ എന്താണ് ഈ സാറ്റ് എക്സാം നടത്താൻ പോവാണ്. അതായത് മെയ് 4-ന് നീറ്റ് കഴിഞ്ഞിട്ട് 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി ഈ സാറ്റിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും നിങ്ങൾക്ക് 100% വരെ സ്കോളർഷിപ്പ് നേടാൻ പറ്റും. സോ ഇതിൽ ഏതാണെങ്കിലും ഞങ്ങൾ കൺസിഡർ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഇതൊരു സ്കോളർഷിപ്പ് ചാകര തന്നെയായിരിക്കും എന്നുള്ളത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ. ഒന്നാമത്തെ കാര്യം, ഈ സ്കോളർഷിപ്പ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് രണ്ടാമത്തെ, നിങ്ങൾക്കൊക്കെയുള്ള സംശയം, സാറേ എനിക്ക് +1 മാർക്ക് ബേസ് ചെയ്തിട്ട് 75% ആണ്, +2 മാർക്ക് ബേസ് ചെയ്തിട്ട് 90% സ്കോളർഷിപ്പ് ഉണ്ട്, ഏതെടുക്കും? ഈ 5 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ സ്കോളർഷിപ്പ് തരാൻ റെഡിയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം കൂടെ ഉണ്ട്, സ്കോളർഷിപ്പ് ഒക്കെ മാറ്റി വെച്ചാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ക്ലാസ്സസ് തുടങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ മെയ് 8-ാം തീയതി എജ്യൂ പോർട്ടലിൻ്റെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. മെയ് 8-ന് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സമയം നിങ്ങൾക്ക് കിട്ടും. സോ ലേറ്റ് ആക്കരുത്. ഇനിയും വെയിറ്റ് ചെയ്തൊരു ലാസ്റ്റ് ബാച്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ആക്കരുത്. അപ്പോൾ ചില കുട്ടികളുണ്ടാവും, സാറേ മെയ് 6-ൻ്റെ ഈ സാറ്റും കൂടെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കറക്റ്റ് ഏത് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് മനസ്സിലാവുള്ളൂ. എടാ, നിങ്ങളിപ്പം എന്താ പറയുക, ചെറിയൊരു എമൗണ്ട് തന്നിട്ട് നമ്മൾ റിപ്പീറ്റർ ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ സാറ്റിൻ്റെ റിസൾട്ടും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് ആകെ 50% സ്കോളർഷിപ്പേ ഉള്ളൂ. നിങ്ങളൊരു 80% പ്രതീക്ഷിച്ചതാണ്, നിങ്ങൾക്ക് 50% അടക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് 100% റീഫണ്ട് വാങ്ങാവുന്നതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ അടച്ച മുഴുവൻ എമൗണ്ടും നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നിനി അനൗൺസ് ചെയ്യാനുള്ള ഏത് സ്കോളർഷിപ്പാടാ? ജെയ്. നാളെയോ മറ്റന്നാളോ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നാൽ +1 ബേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും സ്കോളർഷിപ്പ് ഇടാൻ ഈ സാറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ജെയുടെ സ്കോളർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈ 2025 ജെയിൽ നിങ്ങളുടെ പെർസെൻറ്റേജിൽ 95%ൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്, ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനിയോ 93%ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫീ ഉണ്ട്. അതേപോലെ 91, 90ക്കൊക്കെ അപ് ടു 75-ഉം 50%-ഉം ഉണ്ട്. ഇനി നിങ്ങളെ പേഴ്സണൽ 80%-ലാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ദ കോഴ്സ് ഫീ ഉണ്ട്. ആൻഡ് 70%ൻ്റെ മുകളിൽ, ഇതൊക്കെ മുകളിലാട്ടോ, 80%ൻ്റെ മുകളിലാണെങ്കിൽ 20% ഉണ്ട്. 70%ൻ്റെ മുകളിലാണെങ്കിൽ 10% ഓഫ് ദ കോഴ്സ് ഫീയും എന്താണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നമ്മളെ ലിമിറ്റഡ് സീറ്റ് മാത്രമുള്ള നമ്മുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഒത്തിരി പൈസ ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട. വെറും 5000 rupees നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ കൊടുത്തുകൊണ്ട് റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള സീറ്റുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. മെയ് 8-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്കുള്ള സീറ്റുകൾ ബ്ലോക്ക് ചെയ്യാം. ആൻഡ് മെയ് 7-ന് മുന്നേ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എന്താ, ഈ 5000-ഉം നമ്മൾ 100% റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒന്നുകിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മളെ ടീം വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുതരും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ബൈ.